സ്വർഗീയ മന്ന എന്ന ബൈബിൾ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്തെന്നാൽ അത് നമുക്കെല്ലാവർക്കും ഏറെ പ്രിയമുള്ള ഒരു വിഷയമാണ്. അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തെന്നാൽ അത് ഹൃദയം. പലരും പറയും ഹൃദയമില്ലാത്തവനെ പോലെ സംസാരിക്കരുത്. ചിലപ്പോൾ നമ്മൾ പറയും കഠിന ഹൃദയനാണല്ലോ നിങ്ങൾ. അങ്ങനെ ഹൃദയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് എഴുത്തുകാർ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ പോലും പരാമർശിക്കുന്നതായിട്ട് ഒരു വിവരണം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹൃദയം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചാൽ ഒരു മനുഷ്യൻ അവൻ നിർജീവമാകുന്നു, അവൻ മരണപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനാൽ ഈ ഹൃദയത്തെക്കുറിച്ച് അല്പമായിട്ട് നിങ്ങളോട് പങ്കുവെക്കുകയും തിരുവചനത്തിൽ ഹൃദയത്തെക്കുറിച്ച് എന്താണ് പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിച്ച് ഈ ഹൃദയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ദൈവം ഒരു അവസരം നൽകിയിരിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ 1967 ഡിസംബർ മാസം 3-ാം തീയതി ആദ്യമായിട്ട് ലോകത്തിൽ ഒരു ഹൃദയത്തിൻ്റെ ട്രാൻസ്പ്ലാന്റ്, അതായത് വേറെ ഒരു വ്യക്തിയുടെ ഹൃദയം തകരാറിലായ സുഖമില്ലാത്ത വേറൊരു വ്യക്തിക്ക് ഘടിപ്പിച്ചതായിട്ട് അവിടെ പത്രവാർത്തകളിലും രേഖകൾ പരിശോധിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഡോക്ടർ ബെർണാഡ് എന്ന് പറഞ്ഞ ഈ വ്യക്തി റെമിസ് ആൻ എന്ന് പറഞ്ഞ അപകടത്തിൽപ്പെട്ട ഒരു യൗവനക്കാരൻ്റെ അവൻ്റെ ഹൃദയം ലയനസ് എന്ന വേറെ ഒരു വ്യക്തിക്ക് ശസ്ത്രക്രിയയിലൂടെ ഒരു ഹൃദയത്തെ അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതായ ഒരു അനുഭവം അല്ലെങ്കിൽ വാർത്ത പലരും വായിച്ചു കാണുമായിരിക്കാം. ഇവിടെ ആ യൗവനക്കാരൻ ഒരു ആപത്തിൽപ്പെട്ട് അവൻ്റെ തലച്ചോറും അവൻ്റെ കൈകാലുകളെല്ലാം ആ ആപത്തിൽ വളരെയധികം ക്ഷതമേറ്റ് കൈകാലുകളെല്ലാം ഫ്രാക്ചറായി. എന്നാൽ അവൻ്റെ ഹൃദയത്തിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് കണ്ട് ആ യൗവനക്കാരൻ്റെ ഹൃദയം മാറ്റിവെക്കുവാനായിട്ട് ആശുപത്രിയിൽ കാത്തിരുന്ന വേറെ ഒരു വ്യക്തിക്ക് അന്ന് ഡിസംബർ മാസം 3-ാം തീയതി 1967 ഈ ഹൃദയം മാറ്റിവെക്കുകയുണ്ടായി. ആശുപത്രിയിൽ ആയിരുന്നായ ആ രോഗിയുടെ ഹൃദയം മുറിച്ചു മാറ്റുകയും ഈ ആപത്തിൽ മരണമടഞ്ഞ വ്യക്തിയുടെ ഹൃദയം ഈ രോഗിയായ മനുഷ്യൻ്റെ ശരീരത്ത് ആ ധമനികളെല്ലാം തുന്നിപ്പിടിപ്പിച്ച് ഹൃദയം ഘടിപ്പിച്ച ശേഷം ആ ഡോക്ടർ സാധാരണ വ്യക്തികളോട് കൽപ്പിക്കുന്നത് പോലെ സ്റ്റാർട്ട് എന്ന് പ്രവർത്തനം ആരംഭിക്കുക എന്ന് അവിടെ ഒരു ഓർഡർ നൽകുകയും ചെയ്തു. ആ തൽക്ഷണത്തിൽ തന്നെ ആ ഹൃദയം രക്തം അവിടെ പമ്പ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ആ ഹൃദയത്തിൻ്റെ ഹൃദയം പ്രവർത്തിക്കുവാനായിട്ട് ആരംഭിച്ചു എന്ന് അവിടെ ആ രേഖകളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഹൃദയം വളരെയധികം പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. ഹൃദയത്തിൻ്റെ എന്തെങ്കിലും തകരാറ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് മാനസികമായി ശാരീരികമായി നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടത് ഉണ്ട്. ഇന്ന് ഹൃദയത്തിൽ ഉള്ള പലവിധമായ രോഗങ്ങളാൽ അനേകർ ബുദ്ധിമുട്ടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ജീവിത രീതി, ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന ആ ജീവിത രീതി, അതുകൊണ്ട് അനേക വിധത്തിലുള്ള രോഗങ്ങൾ ഇന്ന് ഹൃദയത്തിലുണ്ടാകുന്നതായി കാണുന്നു. ആർത്രോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞ രോഗം നാം ചെറുപ്പം മുതൽ നാം നയിക്കുന്ന ജീവിത രീതിയിൽ നിന്നുണ്ടാകുന്ന ഒരു രോഗമാണ്. ഈ രോഗം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയ ധമനികളിൽ കൊഴുപ്പ് അവിടെ അടച്ച് ആ ധമനികളെല്ലാം ബ്ലോക്കായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് ആൻജിയോഗ്രാമും അതുപോലെ മറ്റും ആൻജിയോപ്ലാസ്റ്റ്, അതുപോലെ ഓപ്പൺ ഹാർട്ട് സർജറി അങ്ങനെ തുടങ്ങി മുതലായവ
പലവിധമായ ചികിത്സകൾ ഇന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ആയുർവേദത്തിൽ വളരെയധികം നല്ല ചികിത്സകൾ ലഭിക്കുന്നുമുണ്ട്. ഇന്ന് പലരും പല രീതിയിലുള്ള ആ ചികിത്സകൾ അവർ തേടുന്നു. എന്നാൽ ആത്മീയമായ തലത്തിൽ ഈ ഹൃദയത്തിന് എന്താണ് പ്രാധാന്യതയുള്ളത്? തിരുവചനം ഹൃദയത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് അല്പമായിട്ട് നമുക്ക് പരിശോധിക്കാം. യെഹെസ്കേലിൻ്റെ പുസ്തകം 36-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ കർത്താവായ ദൈവം തൻ്റെ ജനത്തെ നോക്കി അവൻ പറയുന്നതായ ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ദൈവം നമുക്ക് നൽകുന്നതായ സന്ദേശത്തെ നിങ്ങൾ അല്പമായി നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇത് പറയുന്നത്, നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. വളരെ അനുഗ്രഹിക്കപ്പെട്ട വളരെ നല്ല ഒരു വാക്യമാണ് നമുക്ക് ദൈവം ഈ പുസ്തകത്തിലൂടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ദൈവം പറയുന്നതായ അല്ലെങ്കിൽ അവൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതായ കാര്യമെന്നാൽ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. അതുമല്ലാതെ എന്താണ്? കല്ലായുള്ള ഹൃദയം നീക്കി അവൻ മാംസമുള്ള ഒരു ഹൃദയം നമുക്ക് നൽകും എന്നാണ് പറയുന്നത്. ഈ ഹൃദയത്തിൻ്റെ ഒരു ട്രാൻസ്പ്ലാന്റ്, ഞാൻ നേരത്തെ പറഞ്ഞായ ആ ഒരു യഥാർത്ഥ സംഭവം, അതേപോലെ ഇവിടെ ആത്മീയമായ ഒരു ഹൃദയ മാറ്റി വെക്കൽ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചാണ് ഇവിടെ ദൈവം ഈ വാക്യത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഒരു ആത്മീയമായ തലത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, നീ ഒരു നല്ലൊരു ക്രൈസ്തവ ജീവിതം നയിക്കണമെങ്കിൽ, നീ ഒരു നല്ലൊരു ദാസനായി ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവന് പ്രിയമുള്ള ഒരു പൈതലായി ജീവിക്കണമെങ്കിൽ ഈ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടത് അനിവാര്യമാണ്. ഒരു ഹൃദയത്തെ, നിൻ്റെ കല്ലായുള്ള ഹൃദയത്തെ മാറ്റി ഒരു മാംസമുള്ള ഹൃദയം നിന്നിൽ ദൈവം നിനക്ക് നൽകി. അതിനുള്ളിൽ എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവിനെയും പുതിയൊരു ആത്മാവിനെയും ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും എന്നാണ് ഇവിടെ പറയുന്നത്. 26-27 അതിൻ്റെ ആ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ദൈവം എന്തിനാണ് ഈ ഹൃദയത്തിലൊരു പുതിയൊരു ആത്മാവിനെ നൽകുന്നത്? ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുവാനും ദൈവത്തിൻ്റെ 10 കൽപ്പന അനുസരിച്ച് ജീവിക്കുവാനും ഒരു സന്മാർഗ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഒരു നല്ല ദൈവദാസനായി ദൈവഭയത്തോടുകൂടി ജീവിക്കുവാനായിട്ടാണ് ദൈവം ഇപ്രകാരമായ ഒരു പ്രക്രിയ ഓരോ ക്രിസ്തീയ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ കല്ലായ ഹൃദയത്തെ അകറ്റിയിട്ട് മാംസമുള്ള ഒരു ഹൃദയം നൽകി ഒരു പുതിയൊരു ആത്മാവിനെയും നമുക്ക് നൽകി ദൈവത്തിന് പ്രിയമുള്ള ഒരു ജീവിതം നയിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ വചനത്തിലൂടെ നൽകുന്നതായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നീ കഠിന ഹൃദയനായി, കല്ലായ ഹൃദയമുള്ളവനായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ നിഷേധിക്കുന്നവനായി നീ ജീവിക്കുന്നുവെങ്കിൽ, ദൈവമേ, എൻ്റെ ഈ ഹൃദയം, ഈ കല്ലായ ഹൃദയത്തെ നീ മാറ്റി മാംസമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദൈവം നിനക്കൊരു മാംസമുള്ള ഒരു ഹൃദയം, അങ്ങനെയുള്ള ഒരു ഹൃദയം, നിൻ്റെ ഹൃദയത്തെ അപ്രകാരമായി മാറ്റി ഒരു പുതിയ ഒരു ആത്മാവിനെയും നിന്നിൽ പകരുമെന്നതിൽ സംശയമില്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ തുടർന്ന് നമുക്ക് സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അവിടെ എന്താണ് പറയുന്നത്? 23 അതിൻ്റെ 26 അതുപോലെ തന്നെ 6-7 വാക്യങ്ങളിലും നാം പരിശോധിക്കുമ്പോൾ, ആദ്യമായിട്ട് ഞാൻ അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു, തിന്നു കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും, അവൻ്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. ഇവിടെ എന്താണ്? തൻ്റെ മനസ്സിൽ അവിടെ വചനം പറയുന്നത്,
നീ തിന്നും കുടിച്ചും നീ സുഖിച്ചു കൊള്ളുക, നിൻ്റെ ഇഷ്ടപ്രകാരം നീ ജീവിക്കുക എന്ന് പറയുന്നതായ ഒരു അനുഭവമാണ്. നമ്മുടെ ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ ചിലർ പറയുന്നത് പോലെ തോന്നിവാസം എന്ന് പറയും, അങ്ങനെയുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ, അല്ലെ അപ്രകാരം ജീവിക്കുമ്പോൾ എന്താണ് നമ്മൾ അവിടെ അവൻ്റെ ഹൃദയം അവന് അനുകൂലമല്ല എന്നാണ് നാം കാണുന്നത്. അത് ദൈവത്തിന് പ്രിയമുള്ള ഒരു ജീവിതമല്ല. നാം ഇഷ്ടം പോലെ ജീവിക്കുവാനായിട്ടല്ല ദൈവം നമുക്കൊരു ജന്മം നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമുക്കൊരു ജീവിതം നൽകിയിരിക്കുന്നത്. ദൈവത്തിന് പ്രിയമുള്ള ഒരു ജീവിതം നയിക്കുവാനാണ്, തിന്നും കുടിച്ചും മതിച്ചും രസിച്ചും ജീവിക്കുവാനല്ല. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അവൻ്റെ ആരോഗ്യ നിയമങ്ങളെ പാലിച്ചുകൊണ്ട്, നാം വർജനം നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്, ദൈവിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നാം ജീവിക്കുവാനായിട്ട് ദൈവം നമുക്ക് ആഹ്വാനം നൽകുകയാണ്. നാം തുടർന്ന് നമ്മൾ സങ്കീർത്തനങ്ങൾ 44-21 വാക്യം നമുക്ക് പരിശോധിക്കാം. സങ്കീർത്തനങ്ങൾ 44-21 വാക്യം എന്താണ് പറയുന്നത്? ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. ദൈവം ശോധന ചെയ്യാതിരിക്കുമോ? അവൻ്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയാതിരിക്കുമോ? വാസ്തവത്തിൽ നാം നോക്കുമ്പോൾ എന്താണ്, ഈ ലോകത്തിൽ അനേകവിധമായ സംഭവങ്ങൾ അരങ്ങേറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പല ദിവസവും പ്രഭാതത്തിൽ നാം പത്രങ്ങൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ടി വിയിലൂടെ നമ്മൾ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായ വാർത്തകളാണ് നാം അവിടെ കേൾക്കുന്നത്. ഇവിടെ എന്താണ്, ഇപ്രകാരം അല്ലെങ്കിൽ ഒരു ട്രെയിൻ വിപത്തോ, അല്ലെങ്കിൽ ഒരു ബോംബ് സ്ഫോടനമോ, അല്ലെങ്കിൽ ഒരു കൊലപാതകമോ, അങ്ങനെ പലവിധമായ കാര്യങ്ങൾ, ഈ സംഭവങ്ങളെല്ലാം ആവിഷ്കരിക്കുന്ന ആ സമയത്ത് തന്നെ, ആ പ്രവർത്തനം നടക്കുന്നതിന് മുന്നേ, ആ സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ ദൈവമെല്ലാം അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ ഒരു ദിവസം നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന് നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അതിനല്ല നമ്മൾ എപ്പോഴും നാം എന്തു ചെയ്താലും അത് ദൈവം അവൻ വളരെയധികം നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം രഹസ്യങ്ങളെ, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെ അവൻ ആരാഞ്ഞ് അന്വേഷിച്ചിരിക്കുന്നു എന്ന് നാം അറിഞ്ഞുകൊണ്ട് നാം നമ്മുടെ കാര്യങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. സങ്കീർത്തനങ്ങൾ 101 അതിൻ്റെ 2-4 വാക്യവും നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇവിടെ 2 വാക്യം പറയുന്നത്, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും. ഇവിടെ വചനം എന്താണ് പറയുന്നത്? സങ്കീർത്തക്കാരനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ അവൻ ആ ദൈവവുമായുള്ള ആ ബന്ധത്തിൽ, ആത്മീയമായ ആ തലത്തിൽ അവൻ ദൈവത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ പ്രിയ ദാസനായി ജീവിക്കുന്ന സമയം അവൻ പറയുന്ന ആ വാക്കുകൾ എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും. എത്ര പേർക്ക് ഈ വാക്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും? നിഷ്കളങ്കമായ ഒരു ജീവിതമാണോ നാം നയിക്കുന്നത്? എല്ലാ രീതിയിലും, എല്ലാ കാര്യങ്ങളിലും ഒരു നിഷ്കളങ്കത ഇല്ലാത്ത ഒരു ജീവിതമാണ് നയിക്കുന്നത് എന്ന് നാം കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ബിസിനസ്, വ്യാപാര കാര്യങ്ങളിലാണെങ്കിലും, ഇടപെടലുകളിലായിരുന്നാലും ശരി, മറ്റുള്ള എല്ലാ പ്രവർത്തന മേഖലകളിലായിരുന്നാലും ശരി, ഒരു നിഷ്കളങ്കമായ രീതിയിൽ ആരും തന്നെ നീങ്ങുന്നില്ല പ്രിയമുള്ളവരെ. ആയതിനല്ല ഇവിടെ ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ഞാൻ എന്തു ചെയ്യും? ശ്രദ്ധ വെക്കും എന്ന് ദാവീദ് പറഞ്ഞതുപോലെ, അപ്രകാരമായ വാക്കുകൾ പറയുവാൻ, ഉച്ചരിക്കുവാനായിട്ട് തയ്യാറുള്ള, അങ്ങനെയുള്ള പക്വതയുള്ള ഒരു ആത്മീയ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും? ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ദൈവമേ, നീ എപ്പോൾ എൻ്റെ ചാരത്ത് നീ വരും? എപ്പോൾ നീ എൻ്റെ വീട്ടിൽ നീ കടന്നു വരും? എൻ്റെ ഭവനത്തിൽ നീ കടന്നു വരും? എൻ്റെ കുടുംബത്തിൽ നീ കടന്നു വരും? എൻ്റെ ഹൃദയത്തിലേക്ക്
കടന്നു വരും എന്ന് നാം ദൈവത്തിൻ്റെ അവൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ അവനുമായുള്ള ആ സഹവാസത്തിന് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നവരായി അവൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാനായിട്ട്, അവൻ്റെ സമീപത്ത് ആയിരിക്കുവാനായിട്ട്, അവനുമായുള്ളതായ ആ കൂട്ടായ്മ അനുഭവിക്കുവാനായിട്ട് എപ്പോഴും ആഗ്രഹമുള്ളവരായി കാണണം പ്രിയമുള്ളവരെ. ദാവീദ് തൻ്റെ ജീവിതത്തിൽ എന്താണ് അവൻ്റെ ജീവിതത്തിൽ അവൻ പറഞ്ഞതായ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കുക. എപ്പോൾ നീ എൻ്റെ അരികിൽ വരും എന്ന്. ഇവിടെ എന്താണ് ആ മണവാളനായ ആ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു മണവാളനെ കാത്ത് മണവാട്ടിയിരിക്കുന്നത് പോലെ ഇവിടെ ആ രീതിയിൽ നമ്മുടെ മണവാളനായ ക്രിസ്തു, ദൈവമേ നീ എൻ്റെ ചാരത്ത് നീ എപ്പോൾ വരും കർത്താവേ, നീ എൻ്റെ അരികിൽ ഉണ്ടെങ്കിൽ എനിക്ക് യാതൊരു വിധമായ പ്രയാസവും ബുദ്ധിമുട്ടും എൻ്റെ ജീവിതത്തിലില്ല. എനിക്ക് അല്ലലും തൊല്ലയും ഇല്ലാതെ, കണ്ണുനീരും കഷ്ടതയും ഇല്ലാതെ, ഭാരവും പ്രയാസവും ഇല്ലാതെ നിൻ്റെ ആ കർത്താവ് സന്നിധിയിൽ നിന്നോടുകൂടെയുള്ളതായ സഹവാസത്തിൽ കഴിയുവാനായിട്ട്, എനിക്ക് സാന്നിധ്യത്തിൽ കഴിയുവാനായിട്ട് സാധിക്കും കർത്താവേ. നീ എൻ്റെ സമീപത്തുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. പ്രിയമുള്ളവരെ, ചില ഭവനങ്ങളിൽ ഭർത്താക്കന്മാർ അവർ എവിടെയെങ്കിലും പുറപ്പെട്ടു പോകുമ്പോൾ ഭാര്യമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരേ വെപ്രാളമാണ്. എപ്പോഴാണ് ഗൃഹനായകൻ അല്ലെങ്കിൽ ആ പിതാവ് തിരിച്ചെത്തുന്നതെന്ന് കുഞ്ഞുങ്ങൾ എപ്പോഴും അമ്മയോട് ഡാഡി എപ്പോൾ വരും, ഡാഡി എപ്പോൾ വരുമെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ആ ഭാര്യ ഒന്നും തന്നെ തൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്നില്ലെങ്കിലും ഇങ്ങനെ എവിടെ പോയി കിടക്കുകയാണ്, സമയം ഒത്തിരി ആയല്ലോ, എത്ര നേരം ഞാൻ വഴിയിലോട്ട് നോക്കിയിരിക്കുന്നു എന്ന് ചിലപ്പോൾ വിളക്കും കത്തിച്ച് തിണ്ണയിൽ ഇരിക്കുന്നതായ ആ വരാന്തയിൽ ഇരിക്കുന്നതായ അനുഭവം എത്രയോ ഭവനങ്ങളിൽ ഉണ്ടല്ലോ. അപ്പോൾ ആ പിതാവ് ആ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ തൻ്റെ കൈകളിൽ പ്രിയമുള്ളവർക്ക് ഒന്നും തന്നെ കൊണ്ടുവന്നില്ലെങ്കിലും ആ സാന്നിധ്യം തന്നെ അവർക്ക് വലിയൊരു അനുഗ്രഹമായി, ഒരു ആശ്വാസമായി തീരുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം, അവൻ്റെ സാന്നിധ്യം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുകയും, ദൈവമേ നിൻ്റെ സന്നിധിയിൽ, നിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ കഴിയുമ്പോൾ എനിക്ക് യാതൊരു വിധമായ കുറവുമില്ല. സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞു, ദൈവമേ നീ എപ്പോൾ എൻ്റെ അരികിൽ നീ വരും എന്നാണ് അവിടെ പറഞ്ഞത്. 4-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. എന്താണ്? വക്രഹൃദയം എന്നോട് അകർന്നിരിക്കും, ദുഷ്ടതയോ ഞാൻ അറിയയില്ല. എന്താണ്? വക്രഹൃദയം എന്നോട് അകന്നിരിക്കും. ഹൃദയത്തിൽ നിനക്ക് വക്രതയുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നീ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ, നിൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും മാലിന്യതയുണ്ടെങ്കിൽ നീ ദൈവത്തോട് അകന്നിരിക്കുമെന്നതിൽ സംശയമില്ല. നിനക്ക് ആത്മീയമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനോ, ആത്മീയമായ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനോ, ദൈവത്തെ പാടി പുകഴ്ത്തുവാനോ, ആരാധന സ്ഥലങ്ങളിൽ ചെന്ന് അവിടെ വളരെയധികം സമാധാനത്തോടുകൂടി ഇരിക്കുവാനോ നിനക്ക് സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ എന്താണ്? വക്രതയാണ്. കുശുമ്പും കുന്നായ്മയും എല്ലാം ഹൃദയത്തിൽ നീ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിൻ്റെ ഹൃദയത്തിൽ എന്താണ് ദോഷം നിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിനക്ക് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്ക് സമാധാനത്തോടു കൂടി ഇരുന്ന് അവനെ ആരാധിക്കുവാനായിട്ട് സാധ്യമല്ല. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ വക്രതയുള്ള ഹൃദയം എന്നോട് അകന്നിരിക്കുമെന്നാണല്ലോ വചനം ഇവിടെ പറയുന്നത്. ദുഷ്ടതയെ ഞാൻ അറിയില്ല എന്ന് വചനം ഇവിടെ പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്രകാരമായുള്ള ഒരു ഹൃദയമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തിക്കുന്നതായ ഒരു ഹൃദയമുണ്ടോ എന്ന് നിങ്ങളെ തന്നെ വിലയിരുത്തി നോക്കണം. വക്രതയുള്ള ഒരു ഹൃദയമാണോ എനിക്കുള്ളത്? എനിക്ക് അങ്ങനെയുള്ള ആ ഒരു സ്വഭാവമാണോ എൻ്റെ ജീവിതത്തിൽ ഉള്ളത് എന്ന് നമ്മളെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ പരിശോധിച്ച് നോക്കണം പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ നാം തുടർന്ന് നമ്മൾ സങ്കീർത്തനങ്ങൾ 23:7 നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയും നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് വളരെ മനോഹരമായ വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നമ്മൾ സങ്കീർത്തനങ്ങളിൽ നിന്നും നാം കാണുന്നത് ഒരു വക്ര ഹൃദയത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നാം സദൃശ്യവാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. സദൃശ്യവാക്യങ്ങൾ 23:7 ഇവിടെ പറയുന്നു, അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു, തിന്നു കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും, അവൻ്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല എന്ന് സദൃശ്യവാക്യങ്ങളിൽ അവിടെ പറയുന്നതായിട്ട് കാണുന്നു.
തുടർന്ന് നമ്മൾ സങ്കീർത്തനങ്ങൾ 66 അതിൻ്റെ 18 വാക്യം നമ്മൾ പരിശോധിക്കുമ്പോഴും അവിടെ പറയുന്നത് വളരെ വളരെ നല്ലൊരു വാക്യമാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നോ? ഹൃദയത്തിൽ നാം അകൃത്യങ്ങൾ നമ്മൾക്ക് ഉണ്ടെങ്കിൽ ദൈവം നമ്മളുടെയായ പ്രാർത്ഥന, യാചന ഒന്നും തന്നെ ദൈവം കേൾക്കുകയില്ല. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളിൽ 28:3 നമ്മൾ നോക്കുമ്പോൾ, ദുഷ്ടന്മാരുടെ അകൃത്യം ചെയ്യുന്നവരോടുകൂടെ എന്നെ വലിച്ചു കൊണ്ടു പോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട് എന്ന് അവിടെ പറയുന്നു. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും എന്താണ്? ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ മാലിന്യങ്ങളില്ലാതെ, ഒരു അകൃത്യമില്ലാതെ, ദൈവമേ നിന്നിൽ നിന്ന് അകന്നു നിൽക്കാതെ, വക്രതയുള്ള ഹൃദയമല്ലാതെ, ദൈവമേ മാംസമുള്ള ഒരു ഹൃദയമായി, ഒരു പുതിയ ആത്മാവ് ഉള്ള ഒരു ഹൃദയമായി, ദൈവഹിതം പ്രവർത്തിക്കുവാനായിട്ട് എപ്പോഴും താല്പര്യമുള്ള ഒരു വ്യക്തിയായി, എപ്പോഴും സന്മനസ്സുള്ള വ്യക്തിയായി, ദൈവമേ നിൻ്റെ ഹൃദയം പ്രവർത്തിക്കുവാനായിട്ട് കർത്താവേ ഒരു മാംസമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന് നാം ദൈവത്തോട് വിലപിക്കുകയാണെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദൈവം അപ്രകാരമായ ഒരു മാംസമുള്ള ഹൃദയം നമുക്ക് നൽകി, ഒരു പുതിയൊരു ആത്മാവിനെ നൽകി, നാം ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുവാനായിട്ട് ദൈവം സഹായിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രിയമുള്ളവരെ, ആയതിനാൽ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, അല്ലെങ്കിൽ ദാവീദ് ആഗ്രഹിച്ചതുപോലെ, ദൈവമേ നിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, എപ്പോൾ നീ എൻ്റെ അരികിൽ വരുമെന്ന് അവിടെ ദാവീദ് അവിടെ പറഞ്ഞതുപോലെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, അവൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി എപ്പോഴും താല്പര്യമുള്ളവരായി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, കർത്താവേ, നല്ലൊരു ഹൃദയം, ഒരു പുതിയൊരു ഹൃദയം അടിയങ്ങൾക്ക് നൽകി, കല്ലായ ഹൃദയത്തെ മാറ്റി മാംസമുള്ള ഒരു ഹൃദയം നൽകി, പുതിയൊരു ആത്മാവിനെ പകർന്ന് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് യേശുവിൻ്റെ തന്നെ നാമത്തിൽ അയച്ചുകൊള്ളുന്ന പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. നിങ്ങൾക്ക് ഇപ്രകാരമായുള്ള വിഷയങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അതുപോലെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? താഴെ കാണുന്ന അഡ്രസ്സിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ ആത്മീയമായ സംശയങ്ങൾ നിങ്ങൾക്ക് തീർക്കുവാനും ഞങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.